വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വമ്പിച്ച ഓഫറുകളിൽ ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം. VM സൂപ്പർ വാല്യൂ, ചേലക്കര. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ റീൽസിൽ മാത്രമേയുള്ളൂ എന്ന LDFന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി UDF അംഗങ്ങൾ രംഗത്ത്. UDF ഭരണസമിതി അധികാരമേറ്റതു മുതൽ ജനങ്ങൾ കൂടുതൽ സൗഹൃദാന്തരീക്ഷത്തിൽ പഞ്ചായത്തിലേക്ക് വരാൻ തുടങ്ങിയെന്നും ജനകീയ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. യാഥാർത്ഥ്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന റീലുകളെ LDF ഭയക്കുന്നതിന്റെ തെളിവാണ് ഈ ആരോപണങ്ങളെന്നും കുറ്റപ്പെടുത്തൽ. തുടർന്നും റീലുകൾ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ റീലുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും അതിനായി ഒരു കോർഡിനേറ്ററെ തന്നെ വെക്കാനുള്ള ആലോചന നടത്തുന്നതായും അവർ വ്യക്തമാക്കി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റിട്ട് ഏകദേശം 6 മാസത്തോളമായി. പക്ഷേ ഇത്ര കാലമായിട്ടും LDFന് ആ തോൽവി സമ്മതിക്കാനുള്ള ഒരു വിഷമം അവരിൽ കാണുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്തയാണ് UDFന്റെ മുള്ളൂർക്കര ഭരണസമിതി റീൽസുകളിലൂടെയാണ് ജീവിക്കുന്നത്. അത് റീൽസുകൾ എത്ര കണ്ട് LDFനെ ഭയപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ കാര്യങ്ങൾ അറിയുമ്പോൾ അത് ഇടതുപക്ഷത്തിന് എത്ര കണ്ട് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ ഭരണസമിതി അധികാരമേറ്റത് മുതൽ നാളിന്ന് വരെയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും അതൊരു തുറന്ന പുസ്തകം പോലെ പഞ്ചായത്തിനെ ജനകീയമാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരു പരിധി വരെ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് CPMന്റെ ഉറക്കം കെടുത്തിയ ഈ ഒരു അവസ്ഥ. അത് അധികാരത്തിലേറിയ ആദ്യ ദിവസം മുതൽ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് അധികാരത്തിൽ വന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അറിയാം, കഴിഞ്ഞ 10 വർഷം ഈ പഞ്ചായത്ത് കോമ്പൗണ്ടിലേക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ അയാളുടെ പുറകിലൊരു CCTV വെച്ച അവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്ടി സെക്രട്ടറിയുടെ ലെറ്ററോ അനുമതിയോ വേണമെന്നുള്ള ഒരു അവസ്ഥ മുള്ളൂർക്കര പഞ്ചായത്തിലുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മുടെ ഭരണസമിതി ചെയ്ത് ഇതിനെ ജനകീയമാക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ഒരു തുറന്ന പുസ്തകം പോലെ ഈ പഞ്ചായത്ത് ഓഫീസിനെ തുറന്നു വെച്ചു. ജനങ്ങൾ വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഈ പഞ്ചായത്തിലേക്ക് വരാൻ തുടങ്ങി. ഇവിടെ വന്ന ആളുകൾ അവരുടെ കാര്യങ്ങൾ നടത്തി പോകാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ ജനകീയമായപ്പോൾ ഇത് ഇടതുപക്ഷത്തെ വല്ലാതെ പേടിപ്പിച്ചു. മാത്രമല്ല സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഞങ്ങൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് റീലുകൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇടതുപക്ഷത്തോട് വളരെ സ്നേഹപൂർവ്വം പറയാനുള്ളൊരു കാര്യം, റീലുകൾ ഒരിക്കലും നിർത്താൻ ഞങ്ങൾ തയ്യാറല്ല. അത് കൃത്യമായി ഞങ്ങൾ തുടരും. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിൻ്റെതായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗം റീലാണെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കും. അതിനുപയോഗിക്കാൻ പറ്റുന്ന മാർഗം സോഷ്യൽ മീഡിയ ആണെങ്കിൽ അത് ഞങ്ങൾ ആലോചിക്കും. ഇനി അതിനൊരു കോർഡിനേറ്ററെ വെക്കുന്നതിനുള്ള ആലോചന കൂടെ ഞങ്ങൾ നടത്തുന്നുണ്ട് പഞ്ചായത്ത് ഔദ്യോഗികമായിട്ട്. അപ്പോൾ അതുകൊണ്ട് 1980-കളിലൊക്കെ കമ്പ്യൂട്ടറിനെ പേടിച്ചിരുന്നവർ ഈ 2026 റീലിനെ പേടിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എനിക്ക് മാത്രമേ പറയാം. അത് മാത്രമല്ല പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റത് മുതൽ ഈ പന്നിയെ വെടിവെച്ച വിഷയം, അതേപോലെ തന്നെ നമ്മുടെ അസ്രംകുണ്ട് ഡാമുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ആന ഇറങ്ങുന്ന വിഷയം തുടങ്ങി എല്ലാ വിഷയങ്ങളിലും പഞ്ചായത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ അസ്രംകുണ്ട് ഡാം വിഷയത്തെപ്പറ്റി വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഇടതുപക്ഷത്തെ മെമ്പർമാർ ഉന്നയിച്ചത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം 2018 മുതൽ അല്ലെങ്കിൽ 2020 മുതൽ കോവിഡ് വന്ന കാലഘട്ടം മുതൽ അസ്രംകുണ്ട് ഡാം അടച്ചിട്ടു. UDF ഭരണസമിതി വന്നതിന് ശേഷമാണ് ഈ അസ്രംകുണ്ട് ഡാം അടച്ചതെന്നും അതിലേക്ക് ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞത് എന്നുള്ള ഒരു പച്ചക്കള്ളമാണ് ഇടതുപക്ഷത്തെ മെമ്പർമാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മുടെ രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ ഈ വർഷം കടന്നുപോയത്. കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരുന്ന ഇടതുപക്ഷം കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം പോലും ചെയ്യാതെ ഈ 2 മാസം മുന്നേ അധികാരത്തിലേറിയ UDF ഭരണസമിതിയുടെ മേലേക്ക് കുടിവെള്ളക്ഷാമത്തിന്റെ മുഴുവൻ കുറ്റങ്ങളും ചാർത്തുന്നത് കണ്ടു. വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. 29-ാം തീയതി ഏപ്രിൽ മാസം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് NS വർഗീസ് കളക്ടറെ കണ്ട് പാലക്കാട് ഡാം തുറന്ന് വാഴാലിക്കാവ് തടയണയിലേക്ക് വെള്ളം എത്തിക്കണം എന്നുള്ള ആവശ്യം ഔദ്യോഗികമായി ഉന്നയിച്ചതിന്റെ ഒരു ദിവസം കഴിഞ്ഞ് ഈ വാർത്ത അറിഞ്ഞപ്പോഴാണ് സ്ഥലം MLA ഇതേ ആവശ്യവുമായിട്ട് തൃശ്ശൂർ കളക്ടറെ സമീപിക്കുന്നത്. അപ്പോൾ ഈ നാടിന് കുടിവെള്ളം നൽകാനുള്ള ഒരു മനസ്സ് പോലും ഇല്ലാത്ത ജനപ്രതിനിധികളുമായിട്ടാണ് CPM ഈ നാട് ഭരിക്കുന്നത്. എന്നിട്ടാണ് അവർ മറ്റുള്ള ആളുകളുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിന് വാർത്താ സമ്മേളനം നടത്താൻ
കഴിഞ്ഞ 10 വർഷക്കാലം മുള്ളൂർക്കരയിൽ ഭരണസമിതി ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയിലൂടെയാണ് കടന്നുപോയിട്ടുള്ളതെന്നും ആരോപണം. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ടും പരിഹാരം കാണാതെ വിഷയം 2 മാസങ്ങൾക്ക് മുൻപ് അധികാരത്തിൽ വന്ന UDF ഭരണസമിതിയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് LDF ചെയ്തതെന്നും അവർ തുറന്നടിച്ചു. കഴിഞ്ഞ 10 വർഷം ഒരു ഭരണ സംവിധാനം മുള്ളൂർക്കരയിൽ ഉണ്ടായിരുന്നു എന്നുപോലും സംശയിക്കേണ്ട അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ 10 വർഷം കടന്നുപോയത്. ആ 10 വർഷം ഈ പഞ്ചായത്ത് കോമ്പൗണ്ടിലേക്ക് പോലും ആളുകൾ വരാൻ ഭയപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ ആരോഗ്യ രംഗത്താണെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഇവിടുത്തെ 4 സബ് സെൻ്റർ ഉള്ളത്, 4 സബ് സെൻ്ററിൻ്റെയും പ്രവർത്തനം ഭാഗികമായിട്ട് പോലും പ്രവർത്തിക്കാത്തൊരവസ്ഥയായിരുന്നു. ഈ ഭരണസമിതി വന്നതിന് ശേഷം ആ സബ് സെൻ്ററുകൾ എല്ലാ ദിവസവും കൃത്യമായി പ്രവർത്തന രംഗത്തേക്ക്, ആയുർവേദ രംഗത്താണെങ്കിലും ശരി, അലോപ്പതി ആണെങ്കിലും ശരി, ഹോമിയോ ആണെങ്കിലും ശരി, എല്ലാം ജനങ്ങൾക്ക് അവരുടെ സേവനം ലഭിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഭരണസമിതി കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ ഇത് മാത്രമല്ല, നേരത്തെ കുടിവെള്ളത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. ജലജീവൻ പദ്ധതി നടപ്പിലാക്കിയതുകൊണ്ട് മുള്ളൂർക്കര പഞ്ചായത്തിന് കിട്ടിയൊരു ഗുണം, ഒരൊറ്റ റോഡ് പോലും വാഹന ഗതാഗതം യോഗ്യമല്ല എന്ന് മാത്രമല്ല, നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് മുള്ളൂർക്കര പഞ്ചായത്തിൻ്റെ പല റോഡുകളുടെ അവസ്ഥ. എന്നിട്ട് ജലജീവൻ നടപ്പാക്കിയത് എന്താ? ജലജീവന് ഇതുവരെ മുള്ളൂർക്കര പഞ്ചായത്തിൽ വെള്ളം എവിടുന്നെന്ന് ചോദിക്കുമ്പോൾ ദേശമംഗലത്ത് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ടാങ്ക്, എവിടെയാണ് ടാങ്ക് എന്ന് ചോദിച്ചാൽ അതുപോലും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 50% പൈസയും എർത്ത് വർക്കിലാണ് അതിൻ്റെ ലാഭം മുഴുവൻ എന്നുള്ളത് കൊണ്ട് ആ വർക്ക് മുഴുവൻ പൂർത്തീകരിച്ച് ആ കരാറുകാർ സ്ഥലം വിട്ടു എന്നുള്ളത് ഒഴിച്ച് ഇപ്പോൾ ഈ അടുത്ത ദിവസം ആ കരാറുകാരെ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ കരാറുകാരെയും വാട്ടർ അതോറിറ്റിയും വിളിച്ച് ഒരു യോഗം നടത്തിയപ്പോൾ നിങ്ങൾ റോഡ് നന്നാക്കിക്കോളും, 3 മാസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസമായി. അതൊക്കെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഒരു നാഥനില്ലാത്ത കളരി പോലെയായിരുന്നു. അപ്പോൾ അത് വേറൊരു സ്റ്റേജിലേക്ക് വരുമ്പോഴുള്ള ഒരു ഭയപ്പാട്. അപ്പോൾ ഒരു 2 ദിവസമായിട്ട് CPM-ൻ്റെ ഭരണസമിതി CPM-ൻ്റെ പഞ്ചായത്ത് പ്രതിപക്ഷം ഇപ്പോൾ എന്തൊക്കെയോ അവർ ചെയ്തു കൂട്ടിയത് മുഴുവൻ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് റീൽസിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അത് ഞങ്ങൾ പറയേണ്ടത് ഉത്തരവാദിത്തം ഞങ്ങളോടനുണ്ട്, ഞങ്ങൾ തന്നെയല്ലേ. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം LDF പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് തികച്ചും നാടകീയ സംഭവമാണെന്നും അജണ്ടയിലില്ലാത്ത വിഷയത്തിലാണ് അവർ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയതെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. പലയിടങ്ങളിലും കൂട്ടിയിട്ടിരിക്കുന്ന പഞ്ചായത്തിന്റെ അധീനതയിലുള്ള മണ്ണ് കാണാനില്ല. അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് LDF അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തിയത്. മണ്ണ് വിഷയത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലും മറ്റും സമഗ്രമായ അന്വേഷണം നടത്താൻ UDF ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. തങ്ങൾ 16 മെമ്പർമാരെയും ഒരുപോലെയാണ് കാണുന്നതെന്നും വിവേചനം കാണിച്ചിട്ടില്ലെന്നും UDF അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. മുള്ളൂർക്കര പഞ്ചായത്തിന്റെ കമ്മിറ്റിയിൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, പ്രതിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മെമ്പർമാർ അവിടുന്ന് ഇറങ്ങിപ്പോക്ക് നടത്തി. തീർത്തും ഒരു അജണ്ട നിക്ഷിപ്തമായിട്ടാണ്, ആ അജണ്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പുറത്തേക്ക് പോകേണ്ടത്. അജണ്ട അവർ പറയുന്ന രൂപത്തിലാവുന്നില്ല, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിലൊക്കെയാണ് അത് സാധാരണ ചെയ്യാറ്. ഈ കമ്മിറ്റിയിൽ വെച്ച അജണ്ടയിലേ ഇല്ലാത്തൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് അവർ പുറത്തുപോയത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു കുളത്തിൽ നിന്നും മണ്ണ് എടുത്ത് വെച്ചുകൊണ്ട് കാഞ്ഞശ്ശേരി കുളത്തിൽ നിന്നും എടുത്ത മണ്ണ് അവിടുത്തെ മെമ്പർ പറഞ്ഞു അവിടെ കുറച്ച് മണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, ആ മണ്ണ് പിന്നെ അവിടെ തന്നെ കെട്ടിൻ്റെയും അവിടെ അതിർത്തിയിലൊക്കെ ആക്കി മാറിപ്പോയി എന്ന് പറഞ്ഞു. എന്നാൽ കമ്മിറ്റിയിൽ വെച്ചത് അവിടെ അറിയിച്ചിട്ടുള്ളത് 1,75,000 വരുന്ന രൂപയുള്ള മണ്ണ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. മെമ്പർ പറയുന്നു മണ്ണ് അവിടെ ഇല്ലയെന്ന്. എന്നാൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് ആ മണ്ണൊക്കെ കൂരി അവിടെ എടുത്തിട്ട് ആ കാര്യം ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ മണ്ണ് നമുക്ക് നോക്കണമല്ലോ, മണ്ണ് എവിടേക്കാണ് പോയത് എന്ന് നമുക്കറിയണമല്ലോ എന്ന് പറഞ്ഞ് ആ വിഷയമായി ചർച്ച ചെയ്യുന്ന ഇടയിലാണ് അജണ്ടയിലില്ലാത്ത ഒരു ഡ്രൈവറുമായി നിയമവുമായി ബന്ധപ്പെട്ട് ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അജണ്ടയുണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യുന്നതുകൊണ്ട് വിഷയമില്ല. അത് നിയമപരമായിട്ട് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അതൊരു പഞ്ചായത്താണ്, സ്വകാര്യമായിട്ടൊന്നും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല.
നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണ് അത് വെക്കാനും ഒക്കെ ചെയ്യുള്ളൂ. മാത്രമല്ല ഇത് ഇന്നത്തെ ഈ വിഷയത്തിൽ ഞങ്ങൾ വേറെ ഒന്നും കൂടി മനസ്സിലാക്കുകയാണ്. മുള്ളൂർക്കര പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം മണ്ണുകൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ മണ്ണുകളൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇന്ന് തന്നെ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിയോട് അത്തരം സ്ഥലങ്ങൾ കണ്ടെത്തുകയും അത് എത്ര ഉണ്ട് അതിനെ നിയമപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേലത്തിലാണെങ്കിൽ ലേലം, അതല്ലാതെ പല ആളുകൾക്കും ഈ മണ്ണ് കൂട്ടിയിട്ടുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെത്തിക്കൊണ്ട് അതിന് നേർമാർഗത്തിലൂടെ ഒരു ലേലം ചെയ്യുന്നതിന് വേണ്ടി ആ കാര്യം സെക്രട്ടറി ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മണ്ണുമായി ബന്ധപ്പെട്ട വിഷയം ഒരു എടുത്തിട്ടപ്പോഴാണ് ഞങ്ങളെ ഒരു മെമ്പർ മോജു ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനൊരു നാടകമുണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് തീർത്തും ഒരു ശരിയായ രീതിയല്ല. ഈ പഞ്ചായത്ത് പ്രസിഡൻ്റായി ഇവിടെ കുറേ കാലം ഉണ്ടായിരുന്ന സഹോദരനാണ് അത് പറഞ്ഞത്. അദ്ദേഹത്തിന് അറിയാം ഒരു അജണ്ടയിലില്ലാത്തൊരു വിഷയം ഈ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോക്ക് ശരിയല്ല. പിന്നെയും ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ആ വിഷയം കഴിഞ്ഞല്ലെങ്കിൽ അവർ വരും വിചാരിച്ചും കൊണ്ട് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തു. ഒരു അരമണിക്കൂർ നേരം, ഒരു 10-15 മിനിറ്റ് കൊണ്ട് കഴിയുന്ന ഒരു യോഗമാണ്. പക്ഷെ അവർക്ക് അങ്ങനെ ഇറങ്ങിപ്പോയാലും പിന്നെ അതിലേക്ക് തിരിച്ചു വരാലോ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും വീണ്ടും ഒരു 1/4 മണിക്കൂറോളം ഞങ്ങൾ അവിടെ വരെ വെയിറ്റ് ചെയ്തു. വന്നില്ല. അങ്ങനെയാണ് ഇന്നത്തെ വിഷയം ഉണ്ടായിട്ടുള്ളത്. ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13,000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10,000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5,000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.